ഹലോ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. സൂപ്പർ ടേസ്റ്റിലുള്ള കടലക്കറിയാണ് കേട്ടോ ഇത്. പുട്ടിന്റെയും അപ്പത്തിന്റെയും ഒക്കെ ഒപ്പം പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കപ്പ് കടലയാണ് കേട്ടോ ഞാൻ ഈ കറിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതൊന്നുകൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് 2 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. കടല വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കടലയുടെ ഒക്കെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കടലയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു 6 വിസിൽ വേണ്ടി വന്നു എൻ്റെ കടല വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് കടലക്കറി തയ്യാറാക്കുന്നതിനായി ഒരു ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എല്ലാം ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇടുന്ന വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട്, ഒന്ന് ക്ഷമിക്കണേ. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കാത്തത്. കടലയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കടലക്കറിയുടെ വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ. കറിയുടെ ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും കടലക്കറി ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കറി തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണേ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.